ഇന്ന് ദുഃഖശനി. നാം ഇന്ന് ദുഃഖശനി ആചരിക്കുമ്പോൾ ഈ ദിവസം നമ്മുടെ ചിന്തയിലേക്ക് പകർന്നു തരുന്ന ചില സത്യങ്ങൾ നമ്മുടെ സഹനം, ക്ഷമ, പരസ്പര സ്നേഹം, വിശ്വാസ സ്ഥിരത, ദൈവിക ആഭിമുഖ്യം, കടപ്പാട്, ഉത്തരവാദിത്വത്തോടുള്ള സമീപനം ഒക്കെ വിലയിരുത്തുവാനായിട്ട് നമ്മെ പ്രേരിപ്പിക്കുകയാണ്. ഭാവിയിൽ ഞാൻ എങ്ങനെയാണ് എന്നെ തന്നെ തിരുത്താൻ പോകുന്നതെന്ന് ചിന്തിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുകയാണ്. റോമ 12:2 പറയുന്നു, ലോകത്തിൻ്റെ രീതികൾ അനുകരിക്കാതെ മനസ്സിൽ മാറ്റം വരുത്തുക. ദൈവത്തെ അറിയാത്ത വിജാതിരെ പോലെ വാസനകൾക്ക് വിധേയരാകരുത് എന്ന് തെസലോനിയൻസ് 4:5 പറയുന്നു. ജീവിതത്തെ പലപ്പോഴും ഞാൻ അതിജീവിക്കാൻ പഠിച്ചത് ദുഃഖങ്ങളെ, വേദനകളെ, ഒറ്റപ്പെടുത്തലുകളെ, തകർച്ചകളെ ഒക്കെ അതിജീവിക്കാൻ പഠിച്ചപ്പോഴാണ്. എൻ്റെ കഷ്ടപ്പാടിൻ്റെ ദുരിതങ്ങളുടെ നാളുകളിലാണ്. അവ എന്നെ പരീക്ഷിച്ചപ്പോൾ ഞാൻ മൗനം ഭജിക്കാൻ പഠിച്ചതുകൊണ്ടാണ്. അവയിൽ നിന്ന് ഓടിയൊളിക്കാതെ നേരിടാൻ വഴികൾ തിരഞ്ഞെടുത്തപ്പോഴാണ്. അപ്പോഴാണ് ഞാൻ പ്രതീക്ഷിക്കാതെ പലരും എൻ്റെ സുഹൃത്തുക്കളാണ്, എൻ്റെ നന്മ ആഗ്രഹിക്കുന്നവരാണ്, കരുതുന്നവരാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയത്, തിരിച്ചറിഞ്ഞത്. കർത്താവ് പത്രോസിനോട് പറഞ്ഞു, നീ എന്നെ തള്ളിപ്പറയും. പത്രോസ് അത് കാര്യമാക്കിയില്ല. പക്ഷേ കോഴി കൂവിയപ്പോൾ കർത്താവ് തിരിഞ്ഞു നോക്കി. പത്രോസിന് എല്ലാം മനസ്സിലായി. അവിടെ മുതൽ അയാൾ മാറുകയായിരുന്നു, ഒരു പുതിയ മനുഷ്യനാകാൻ, കർത്താവിലേക്ക് തിരിഞ്ഞ്. അതിനാൽ തൻ്റെ ആടുകളെ മേയ്ക്കുവാനുള്ള ഉത്തരവാദിത്വം കർത്താവ് അയാളെ ഏൽപ്പിക്കുകയാണ്. ദുഃഖങ്ങൾ ഒരിക്കലും ശാശ്വതമല്ല. അതിനുശേഷം ഈസ്റ്ററുണ്ട് എന്ന പ്രത്യാശ നമ്മെ കൂടുതൽ സന്തോഷത്തിൽ ജീവിക്കാൻ സഹായിക്കും. അത് നമുക്ക് ജീവിതത്തെപ്പറ്റി വ്യക്തമായൊരു കാഴ്ചപ്പാടും സ്ഥിരതയും നൽകും. ദൈവാശ്രിത്വ ബോധം നമ്മിൽ വർദ്ധിപ്പിക്കും. കാരണം സന്തോഷം ദൂരെയല്ല എന്നും നമ്മെ കാണുന്നവൻ, അറിയുന്നവൻ, നമ്മെ പരിപാലിക്കുന്നവൻ കൂടെയുണ്ട് എന്ന ചിന്ത നമുക്ക് നൽകും. പ്രതീക്ഷയുടെ ഒരു നാമ്പ് നമ്മുടെ ഉള്ളിൽ ഒളിപ്പിച്ചുകൊണ്ടാണ് ദുഃഖശനി കടന്നു വരുന്നത്. ആ പ്രതീക്ഷ നാം കാണുന്നത് അതിരാവിലെ ഞായറാഴ്ച മറിയം മഗ്ദലേന കല്ലറയിലേക്ക് ഓടുന്ന ആ രംഗമാണ്. ജോൺ 20:1. ആ പ്രതീക്ഷ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ നിശബ്ദതയിൽ നാം കണ്ടതാണ്. ദുഃഖശനി, അതിൽ തന്നെ ഒരു ഭീതിയുടെ, ഏകാന്തയുടെ നിഴലുണ്ട്, ഒരു നിശബ്ദതയുണ്ട്. ആ നിശബ്ദയുടെ, ഏകാന്തതയുടെ അവസാനം ദുഃഖവെള്ളിയുടെ പര്യവസാനിയായി ഈസ്റ്ററിൻ്റെ ഒരു സന്തോഷം വരാനുണ്ട് എന്ന പ്രതീക്ഷയാണ് അതിനെ ഹോളി സാറ്റർഡേ അല്ലെങ്കിൽ ഗ്രേറ്റ് സാറ്റർഡേ ആക്കി മാറ്റുന്നത്. അത് അന്ധകാരത്തിനും പ്രകാശത്തിനും ഇടയിലുള്ള ഒരു കർട്ടനാണ്. പ്രഭാതത്തിനും പ്രദോഷത്തിനും ഇടയിലുള്ളൊരു വിരിയാണ്. ദുഃഖത്തിനും സന്തോഷത്തിനും ഇടയിലുള്ളൊരു മെൽറ്റിംഗ് പോയിൻ്റാണ്. യേശുവയുടെ മരണം വരുത്തിവെച്ച അസന്നിഗ്ധതയുടെ, നിരാശയുടെ തലത്തിൽ നിന്ന് ദൈവിക വാഗ്ദാനമായ ഉയർപ്പിലേക്ക് ഉള്ള ഒരു ചവിട്ടുപടിയാണ്. മാനുഷികമായ പ്രതീക്ഷകളെ, അജണ്ടകളെ മാറ്റിവെച്ച് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ വിശ്വസിച്ച് ജീവിക്കാൻ പഠിക്കുന്ന ഒരു വിശ്രമ സങ്കേതമാണ്. അതുകൊണ്ടാണ് എഫേഷ്യൻസ് 5:14 സെന്റ് പോൾ പറയുന്നത്, ഉറങ്ങുന്നവനെ ഉണരുക, ക്രിസ്തു നിനക്ക് പ്രകാശം നൽകും, അവൻ നിൻ്റെ മേൽ പ്രകാശിക്കും. റോമ 2:12-3 പറയുന്നു, ലോകത്തിന് അനുരൂപരാകരുത്, മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ. ദൈവം നൽകിയിരിക്കുന്ന വിശ്വാസത്തിൻ്റെ അളവനുസരിച്ച് വിവേകപൂർവം ചിന്തിക്കുവിൻ. അന്ധകാരത്തിൻ്റെ, കൂരിരുളിൻ്റെ ആധിപത്യത്തിൽ പോലും ഈശോയുടെ നാമത്തിന് ശക്തിയും പ്രതീക്ഷയും അഥവാ പ്രത്യാശയുമുണ്ട്. എഫേഷ്യൻസ് 5:8-9 നിങ്ങൾ പ്രകാശത്തിൻ്റെ മക്കളെ പോലെ വർത്തിക്കുവിൻ. പ്രകാശത്തിൻ്റെ ഫലം സകല നന്മയിലും നീതിയിലും സത്യത്തിലുമാണ് പ്രത്യക്ഷപ്പെടുന്നത്. കാരണം ഒരിക്കൽ നിങ്ങൾ അന്ധകാരമായിരുന്നു, ഇന്ന് നിങ്ങൾ കർത്താവിൽ പ്രകാശമായിരിക്കുന്നു. അതായത് കുരിശിൻ്റെ വഴിയിലെ 14-ാം സ്ഥലത്തേക്ക് പോകുമ്പോൾ നമ്മൾ പാടുന്നത് പോലെ, ലോകത്തിൽ ആഞ്ഞുവീശി സത്യമാം നാഗത്തിൻ ദിവ്യകാന്തി. ദൈവിക വഴികൾ, പദ്ധതികൾ ഉപേക്ഷിച്ച് നടക്കാൻ ശ്രമിച്ചാൽ യോനായെപ്പോലെ അന്ധകാരത്തിൽ കഴിയേണ്ടി വരുമെന്നും
പത്രോസിനെ പോലെ കരയേണ്ടി വരുമെന്നും. അതുകൊണ്ട് എഴുന്നേൽക്കുക, ജീവിതം നവീകരിക്കുക, ദൈവത്തിലേക്ക് തിരിയുക. കർത്താവിൻ്റെ കൃപ, സത്യം, പ്രകാശം എല്ലാം നിനക്ക് വഴിയായി കിട്ടും, വഴികാട്ടിയായി തീരും.